ഹലോ, ഹായ്. നമുക്കൊന്നൊരു ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് 2 റോബസ്റ്റ പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തോട് ഒഴിവാക്കിയിട്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റോബസ്റ്റ പഴത്തിന് പകരം ചെറുപഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം വെച്ച് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഒരുപാട് കട്ടിക്ക് വേണ്ട, ഇതുപോലെ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിയ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അങ്ങോട്ട് നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.